അൾസറേറ്റീവ് കൊളൈറ്റിസ്. അൾസറേറ്റീവ് കൊളൈറ്റിസ് ലാർജ് ഇൻറ്റസ്റ്റൈനകത്തുണ്ടാകുന്ന അൾസറാണ്. ലാർജ് ഇൻറ്റസ്റ്റൈനാണ് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിനകത്തുള്ള വെള്ളം വലിച്ചെടുക്കുന്നത്. ഈ വെള്ളം വലിച്ചെടുക്കുന്ന ലാർജ് ഇൻറ്റസ്റ്റൈനകത്ത് അൾസർ ഫോം ആകുന്നു. അങ്ങനെ വന്നാൽ പ്രോപ്പറായിട്ട് വാട്ടർ അബ്സോർബ് ആകില്ല. അങ്ങനെ വന്നാൽ വയറിളക്കം ഉണ്ടാകും. ഈ വയറിളക്കം വരുന്നൊരു അസുഖമാണ് അൾസറേറ്റീവ് കൊളൈറ്റിസ്. അൾസറേറ്റീവ് കൊളൈറ്റിസ് ഉള്ള പേഷ്യൻ്റ് കാണിക്കുന്ന സിംറ്റംസ്: ഒന്ന്, സിവിയർ ഡയേറിയ. ഡയേറിയ വിത്ത് ബ്ലഡ് ആൻഡ് മ്യൂക്കസ്. അൾസർ ആയതുകൊണ്ടാണ് ഈ ബ്ലഡൊക്കെ വരുന്നത്. ഡയേറിയ ഉണ്ടാകുന്നത് കാരണം ഡീഹൈഡ്രേഷൻ വരാം, BP കുറയാം, വെയിറ്റ് കുറയുന്ന പോലുള്ള പ്രശ്നങ്ങളൊക്കെ കാണിക്കാം. പിന്നെ അതുപോലെ തന്നെ പൊട്ടാസ്യം കുറഞ്ഞു പോവുക, വൈറ്റമിൻ കെ കുറഞ്ഞു പോവുക, ഇതൊക്കെയാണ് ഇവർ കാണിക്കുന്ന സിംറ്റംസ്. അൾസറേറ്റീവ് കൊളൈറ്റിസിൻ്റെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് പ്രയോറിറ്റി ഫ്ലൂയിഡ് ആണ്. ഓക്കെ, കാരണം ഇത് വയറിളക്കത്തിൻ്റെ അസുഖമാണല്ലോ, അതുകൊണ്ട് ഫസ്റ്റ് പ്രയോറിറ്റി ഫ്ലൂയിഡ്. ഇവർക്ക് കൊടുക്കുന്ന മരുന്നെന്ന് പറയുന്നത് സ്റ്റിറോയിഡ്സ് ആണ്. അതുപോലെ തന്നെ ഇവർ ഗ്യാസ് ഉണ്ടാക്കുന്ന ഫുഡൊന്നും കഴിക്കരുത്, നല്ല കലോറിയുള്ള ആഹാരം കഴിക്കണം, പ്രോട്ടീനുള്ള ആഹാരം കഴിക്കണം. ഇതൊക്കെയാണ് ഇതിൻ്റെ മാനേജ്മെൻറ്റ്.